നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് മിനി സ്റ്റുഡിയോ ഗോകുലം ഗോപാലൻ തുടങ്ങിയ നിർമ്മാതാക്കൾ ചേർന്ന് നിർമ്മിച്ച ജയേഷ് കൃഷ്ണകുമാർ സംവിധാനം ചെയ്ത അനന്തൻകാട് എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുവാനാണ്. പതിവ് പോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന ഓരോ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തി ഓൾ പ്രസ് ചെയ്യുക. അനന്തൻകാട്. പൊടിയൻ വളർന്ന വലിയവനായി. അവൻ്റെ പ്രതികാരം, അവൻ്റെ ഉള്ളിൽ തിളച്ച് മറിയുന്ന ആ പ്രതികാരം, അതിനായി അയാൾ സമ്പത്ത് റാവുവിനെ അന്വേഷിച്ച് ഗോവയിലേക്ക് പോവുകയാണ്. ഗോവയിലെത്തുമ്പോൾ സമ്പത്ത് റാവുവിൻ്റെ DGP ആണ്, എക്സ് DGP ആണ്, മകളുടെ വിവാഹം വൻതോതിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളിലൂടെ നടക്കാൻ പോവുകയാണ്. അവിടേക്കാണ് ഈ പൊടിയനും സംഘവും എത്തുന്നത്. തോക്ക് ചൂണ്ടുന്ന DGPയുടെ കൈവെട്ടുന്നു പൊടിയൻ. പിന്നീട് ഫ്ലാഷ് ബാക്കാണ്, ഓർമ്മകൾ. ആണ്ടുകൾക്ക് മുമ്പ് നടന്ന ഒരു സത്യത്തിലേക്ക്, ഒരു വസ്തുതയിലേക്ക് പോവുകയും അതിൻ്റെ പ്രതികാരം ചെയ്യാനായിട്ട് അയാൾ ഉദ്യമിക്കുകയുമാണ് ചെയ്യുന്നത്. അതിനു മുൻപ് ഇൻട്രൊഡക്ഷനിൽ നമ്മളെ കാണിക്കുന്നത് തമിഴ്നാട്ടിലോ ശ്രീലങ്കയിലാണെന്ന് തോന്നുന്നു. ശ്രീലങ്കയിലെ കുറേ പാവപ്പെട്ട മനുഷ്യരെ പട്ടാളക്കാർ ചേർന്ന് വെടിവെച്ച് കൊല്ലുകയും വെട്രി എന്ന അവരുടെ നേതാവിനെ തേടി പോലീസുകാരെത്തുകയും വെട്രിയെ വെടിവെച്ച് കൊല്ലുകയും ഒക്കെയാണ് ചെയ്യുന്നത്. ആളുകളെയൊക്കെ, സ്ത്രീകളെയും കുട്ടികളെയൊക്കെ ആ ക്രൂരമായിട്ടുള്ള നൃശംസത തന്നെയാണത്. ശരിക്കും ക്രൂരമായിട്ടുള്ള രംഗങ്ങളാണ് സംവിധായകൻ ഒരുക്കിയിരിക്കുന്നത്. അജയാണ് അവിടെ വില്ലനായിട്ട് വരുന്നത്, പട്ടാളക്കാരിലെ വില്ലനായിട്ട് വരുന്നത്, പട്ടാള ഓഫീസറായിട്ട് വരുന്നത് അജയ്. തെലുങ്ക് നടനാണെന്ന് തോന്നുന്നു. അതിനുശേഷം ഈ വെട്രിയുടെ മകൻ, വേറൊരു വെട്രി, അത് ആര്യാണ് ആ വെട്രിയെ അവതരിപ്പിക്കുന്നത്, കേരളത്തിലേക്ക് എത്തുകയും കേരളത്തിൽ ഒളിവിൽ താമസിക്കുകയും ചെയ്യുന്നു. അവിടെ വെച്ച് അയാളെ ഒളിവിൽ താമസിപ്പിക്കുന്നത് കുറേ ഗുണ്ടകളാണ്. കൃഷ്ണൻകുട്ടി ആശാൻ, ഇന്ദ്രൻസിൻ്റെ കൃഷ്ണൻകുട്ടി ആശാൻ, മുരളി ഗോപിയുടെ തങ്കരാജ് പൊന്നപ്പൻ, അപ്പാനി ശരത്തിൻ്റെ ജയ്സൺ, മുരളി, ഇവർക്കാണ് കൂലിക്ക് തല്ലാൻ നടക്കുന്നവരും ഗുണ്ടകളുമായിട്ടുള്ള ആളുകൾ. ഇവരുടെ ഉള്ളിലൊരു മനസാക്ഷി കുത്തുണ്ട്. അവർക്ക് കുടുംബങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ പിന്നോട്ട് പോകണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. പക്ഷെ അവർക്ക് പോകാൻ തക്കതായിട്ടുള്ള, അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ തക്കതായിട്ടുള്ള പണമോ സൗകര്യങ്ങളോ ഒന്നും തന്നെ ഇവരെ ഗുണ്ടാപ്പണി ഏൽപ്പിക്കുകയും കൈകാൽ വെട്ടുകയും തല വെട്ടുകയും കൊല്ലാനൊക്കെ ആയിട്ട് നിയോഗിക്കുന്ന ആളുകൾ അവർക്ക് വേണ്ടത്ര സമ്പാദ്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. പകരം കള്ളൊക്കെയാണ് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അവർ ഈ 4 പേര് ഒരു ഗാനമേള ഗ്രൂപ്പൊക്കെ ഇട്ട് ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. പഴയ രീതിയിലുള്ള പുതിയ ആധുനികതയുടേതായിട്ടുള്ള ഒന്നും കടന്നു വരാത്ത, സൗണ്ട് സിസ്റ്റം പോലും കടന്നു വരാത്ത ഒരു സംഗീത ട്രൂപ്പായിട്ട് അവരിങ്ങനെ പോകുന്ന സമയത്ത് അതിൽ മുരളി ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്, ഒരു ടീച്ചർ, ഒരു അധ്യാപികയെ സ്നേഹിക്കുന്നുണ്ട്. അവളൊക്കെ ആയിട്ട് സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം നയിക്കണം എന്നൊക്കെയാണ് അയാൾ വിചാരിക്കുന്നത്. പക്ഷേ
അവരെ വീണ്ടും ഗുണ്ടാപ്പണിയിലേക്ക് തന്നെ തിരിയാനായിട്ട് കെ മേനോൻ എന്ന മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കുന്ന ആ ഗ്രൂപ്പ് വീണ്ടും അവരെ ഒരു വലിയ കുറ്റകൃത്യം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മുതലിയാരെ കൊല്ലണം. ഈ എന്നെ അവരുടെ ആ പാർട്ടിക്ക് വേണ്ടിയിട്ട്, അതായത് കെ മേനോൻ പ്രതിനിധാനം ചെയ്യുന്ന ആ പാർട്ടിക്ക് വേണ്ടിയിട്ട്, ദേശീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഫണ്ട് ഇറക്കി, കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഈ മുതലിയാരാണ്. മുതലിയാരും മേനോനും തമ്മിൽ ഇടയ്ക്ക് വെച്ച് തെറ്റുന്നു. എബ്രഹാം എന്നുള്ള ഒരാൾ, ഇർഷാദാണ് വരുന്നത്, എബ്രഹാമായിട്ട് ഇർഷാദാണ് വരുന്നത്. കെ മേനോനാകുന്നത് വിജയരാഘവനാണ്. എബ്രഹാം വന്നിട്ട് പറയുന്നു, താങ്കൾ ഈ കസേര ഒഴിയണം, മുഖ്യമന്ത്രി പദം ഒഴിയണം, ആഭ്യന്തരമന്ത്രി പദം ഒഴിയണം, പകരം ഞാൻ ആ കസേരയിൽ ഇരിക്കണമെന്നാണ് മുതലിയാരുടെ ആഗ്രഹം. എങ്കിൽ മാത്രമേ മുതലിയാർ ഇനി മുതൽ ഫണ്ട് തരികയുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഇവർ തമ്മിൽ എന്താണ് പ്രശ്നമുണ്ടായത്, കെ മേനോനും മുതലിയാരും തമ്മിൽ എന്താണ് പ്രശ്നമുണ്ടായതെന്നാണ് പിന്നീട് കാണിക്കുന്നത്. കെ മേനോൻ്റെ മകൻ സ്നേഹിച്ചിരുന്ന സിനിമാ നടിയുമായിട്ട് മുതലിയാരുടെ മകൻ, കെ മേനോനല്ല, മുതലിയാരുടെ മകൻ സ്നേഹിച്ചിരുന്ന പ്രിയംവദ എന്ന നടിയുമായിട്ട് ഇയാൾക്കൊരു അവിഹിത ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ അത് സംഭവിക്കാതിരിക്കാൻ മകനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അതും ഈ കൃഷ്ണൻകുട്ടി, തങ്കരാജ്, മുരളി, ജയ്സൺ അടങ്ങുന്ന ആ 4 സംഘമാണ് ആ കുറ്റകൃത്യം ചെയ്യാനായിട്ട് നിയോഗിക്കപ്പെടുന്നത്. കൃഷ്ണൻകുട്ടി എന്ന ഇന്ദ്രൻസിൻ്റെ കഥാപാത്രം പഴയൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നാണ് പറയുന്നത്. അന്നത്തെ കമ്മ്യൂണിസമല്ല ഇന്നത്തെ കമ്മ്യൂണിസം എന്നൊക്കെ ഇടയ്ക്ക് തങ്കരാജ് പറയുന്നുണ്ട്. രാഷ്ട്രീയ വീഴ്ചകളിലേക്കൊന്നും പോകുന്നില്ല. നേരെ നമുക്ക് സിനിമയിലേക്ക് തന്നെ വരാം. അപ്പോൾ തങ്കരാജുമായിട്ട് ഉടക്കി ആണ് കെ മേനോൻ അവിടെ നിന്ന് പോരുന്നത്. അങ്ങനെ ഈ തങ്കരാജുമായിട്ടല്ല, ഈ മുതലിയാരുമായിട്ട് ഉടക്കിയിട്ടാണ് പോരുന്നത്. ഈ മുതലിയാരെ വകവരുത്താൻ വീണ്ടും ഇവരെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഇടനിലക്കാരനാവുന്നത് സമ്പത്ത് റാവു എന്ന IG ആണ്. IG പിന്നീട് DGP ഒക്കെ ആകുന്നുണ്ട് കെ മേനോൻ്റെ പരിലാളനകൾ കൊണ്ട്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മുടെ രാഷ്ട്രീയത്തിലൊക്കെ ഇഷ്ടംപോലെ നമ്മളിതൊക്കെ കണ്ടിട്ടുള്ളതാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്വന്തം കീശ വീർപ്പിക്കാനും കോടികൾ സമ്പാദിക്കാനുമുള്ള വകുപ്പായി മാറിയപ്പോഴാണ് രാഷ്ട്രീയക്കാരോടും രാഷ്ട്രീയത്തോടും തന്നെ പൊതുജനങ്ങൾക്ക് പുച്ഛമുണ്ടായത് അന്നേരം മുതലാണ്. ഇത് മനസ്സിലാക്കിയത് സോഷ്യൽ മീഡിയ വളർന്നു, ടെക്നോളജി വളർന്നു, വിരൽത്തുമ്പിൽ അറിവുകൾ കിട്ടാൻ തുടങ്ങിയ സമയത്ത്. അതല്ലെങ്കിൽ പിന്നെ നമ്മുടെ രാഘവനെ കൊന്നത് ആരാണെന്ന് ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല. അഴീക്കോടൻ രാഘവനെ കൊന്നത് ആരാണെന്ന് ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല. ചേകന്നൂർ മൗലിയുടെ തിരോധാനത്തെപ്പറ്റി ഇപ്പോഴും നമുക്കറിയില്ല. പക്ഷേ ഇന്നത്തെ കാലത്താണ് അത് സംഭവിക്കുന്നതെങ്കിൽ അത് വിരൽത്തുമ്പിൽ ലഭ്യമാകുന്ന അറിവുകളായിട്ട് മാറിയാനെ എന്ന് പറയാനാണ് ഞാൻ 2 ഉദാഹരണങ്ങൾ പറഞ്ഞത്. അങ്ങനെ ഇവർ മുഖാന്തരം ഇയാളെ കൊല്ലുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവിടെ ഈ വെട്രി കടന്നു വരുന്നുണ്ട്. വെട്രിയുടെ സംഘത്തിനും ഈ മുതലിയാരുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നേതൃത്വം, ഇതിൻ്റെ ഇടയിൽ വെട്രി ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് ഇവരുടെ ഇടയിൽ ആ ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ, ആ പെൺകുട്ടി മോശമായ രീതിയിൽ നടക്കുന്ന ഒരു പെൺകുട്ടിയാണ്. സാഹചര്യവശാൽ അങ്ങനെ ആയിപ്പോയതാണ്. ആ പെൺകുട്ടിയുടെ വീട്ടിലാണ് അയാളെ ഒളിപ്പിച്ച് താമസിക്കുന്നത്. അപ്പോൾ പിന്നെ ആർക്കും സംശയങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്നുള്ള രീതിയിലാണ് നടക്കുന്നത്. അത് ഇവർക്ക് 4 പേർക്കും അറിയാം ഇങ്ങനെ ഒരാളവിടെ വന്നിട്ടുണ്ട്. അവരെ നിയോഗിക്കുന്ന ഒരു തമിഴ്നാട്ടുകാരനാണ്. ഇവരെ സഹായിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന തമിഴ്നാട്ടുകാരനാണ്. അങ്ങനെ വെട്രി ഇയാളെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ഈ മുതലിയാരെ കൊല്ലുന്നു. മുതലിയാരെ കൊന്നെങ്കിലും അതെല്ലാം CBI കൊണ്ട് ഞാൻ അന്വേഷിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എബ്രഹാം വരുന്നുണ്ട്. വീണ്ടും ഇർഷാദിൻ്റെ എബ്രഹാം വന്ന് ഭീഷണി മുഴക്കുന്ന ഒരു രംഗം ഉണ്ടാകുന്നുണ്ട്. ഭീഷണി തന്നെയാണ്, പക്ഷേ മയത്തിൽ പറഞ്ഞ ഒരു ഭീഷണി.
അങ്ങനെയാണല്ലോ ലൂസിഫറിൽ, അങ്ങനെയാണല്ലോ സായി കുമാറിൻ്റെ കഥാപാത്രം ബോബിയോട് പറയുന്നത്. പറഞ്ഞതെല്ലാം തുറന്നു പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ ഒരു മയത്തിൽ പറയണം എന്ന് പറയുന്നത് പോലെ ഇവിടെ അങ്ങനെയാണ്, മയത്തിലാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇയാൾ വീണ്ടും അയാളുടെ ദുഷ്ടത, കെ മേനോൻ്റെ ദുഷ്ടത പുറത്തേക്ക് വരുന്നു. കെ മേനോൻ ഇവരെ ഈ 4 സംഘത്തെ വകവരുത്താനായിട്ട് വീണ്ടും DGPയെ തന്നെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഈ DGPയുടെ ഒരു കീപ്പായിരുന്നു ഈ ലൈംഗിക തൊഴിലാളിയായ ഈ പെൺകുട്ടി. പക്ഷേ ഇയാൾക്ക് ലൈംഗികതയ്ക്കപ്പുറം ഇവളെ വേദനിപ്പിച്ച് രസിക്കുക, തീ കൊണ്ട് പൊള്ളിച്ച് രസിക്കുക, സിഗരറ്റ് കുറ്റി കൊണ്ട് പൊള്ളിക്കുക, ചട്ടുകം പഴിപ്പിച്ച് വയ്ക്കുക, ഇരുമ്പ് കമ്പി പഴിപ്പിച്ച് വയ്ക്കുക, ഇങ്ങനെയുള്ള ക്രൂരതകളൊക്കെ ആയിരുന്നു ഇയാൾക്കുണ്ടായിരുന്നത്. അപ്പോൾ ഇവളുടെ ഒരു ആങ്ങളുണ്ട്, അത് നമ്മൾ പൊടിയൻ എന്ന് പറഞ്ഞില്ലേ. പൊടിയൻ വളർന്നതിന് ശേഷമാണ് അവിടെ പോയിട്ട് പ്രതികാരം ചെയ്യുന്നത്. അവിടെ നിന്ന് ഫ്ലാഷ് ബാക്കായിട്ട് വന്നിട്ടാണ് ഈ കഥകളൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെ ഇവരെ കൊല്ലാനായിട്ട് പദ്ധതിയിട്ട് കഴിഞ്ഞപ്പോൾ ഇവരും ഈ 4 സംഘവും മുഖ്യമന്ത്രിയുമായിട്ട് ഒരു കോംപ്രമൈസിലെത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ അപ്പോഴും മുഖ്യമന്ത്രിയുടെ ഉള്ളിൽ, കെ മേനോൻ്റെ ഉള്ളിൽ ദുഷ്ടതയുണ്ട്. അയാൾക്ക് ജയിക്കണമല്ലോ. കാരണം അനന്തൻ കാടിൻ്റെ കാടാണ് അയാൾ. അനന്തൻ കാട് എന്ന് പറയുന്നത് പണ്ട് തിരുവനന്തപുരത്തിൻ്റെ എന്ന് പറയുന്നു. അനന്തൻ കാട് എന്ന് പറയുന്നത് തിരുവനന്തപുരം മൊത്തം ഒരു കാടായിരുന്നു. ആ കാട്ടിലൊരു പുലിയുണ്ട്. ഇയാൾ പറയുന്ന കഥയാണ്. പുലി ഒന്നിനെ കൊല്ലുന്നു, പുലിയെ പാമ്പ് കൊല്ലുന്നു, പാമ്പിനെ കീരി കൊല്ലുന്നു, കീരിയെ നാട്ടുകാർ കൊല്ലുന്നു. ഇങ്ങനൊരു ഉപകഥകളൊക്കെ അയാൾ അവിടെ പറയുന്നുണ്ട്. ഏതായാലും മുരളി ഗോപി നന്നായിട്ട് സ്ക്രിപ്റ്റ് വർക്ക് ചെയ്ത ഒരു സിനിമയാണ് ഇത്. ടിയാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം എൻ കൃഷ്ണകുമാർ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ. നല്ല സംവിധാനമാണ് ഈ സിനിമയ്ക്ക്. തിരക്കഥയുണ്ട്. മുരളി ഗോപിയുടെ തിരക്കഥ എഴുതി തിരക്കഥ എഴുതാൻ പഠിച്ച ആളാണ് മുരളി ഗോപി. അങ്ങനെ തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ തിരക്കഥയുടെ ശക്തി നമ്മൾ ലൂസിഫറിലാണ് കാണുന്നത്. പിന്നെ ഈ സിനിമയിൽ, അനന്തൻ കാട് എന്ന ഈ സിനിമയിൽ, ആ കാട്ടിലെ കാടാണ് മുഖ്യമന്ത്രിയായിരിക്കുന്ന ഞാൻ എന്നാണ് വിജയരാഘവൻ്റെ കെ മേനോൻ എന്ന മുഖ്യമന്ത്രി പറയുന്നത്. അങ്ങനെ അവർ ഒരു സമ്മേളനത്തിന് പോകുന്നതിന് മുമ്പ് ഇയാളുടെ ഒരു ചെറുമകൻ ഉണ്ടായിരുന്നു, ഈ കെ മേനോൻ്റെ ഒരു ചെറുമകൻ. ആ ചെറുമകൻ വളരുന്നത് ഒരു കരാട്ടെ സ്കൂളിൽ, ക്ലാസ്സിൽ ഒക്കെയാണ്. ഈ മുതലിയാരുടെ കൂടെയൊക്കെ ആയിരുന്നു ആ കുഞ്ഞി ചെറുക്കൻ, ഒരു 9 വയസ്സ് 10 വയസ്സ് പ്രായമുള്ള ചെറുക്കൻ വളരുന്നത്. അതിനെക്കുറിച്ച് ഒരു വ്യക്തത നമുക്ക് വരുന്നില്ല. എങ്ങനെയാണ് അവൻ അവിടെ എത്തിയത്, എങ്ങനെയാണ്, ഏത് സാഹചര്യത്തിലാണ്, എന്തും ആയിക്കോട്ടെ, എങ്ങനെയും ആയിക്കോട്ടെ, എന്നാൽ നമ്മൾ കഥയിൽ ചോദ്യമില്ല. അതൊക്കെ നമുക്ക് കാഴ്ചയ്ക്ക് നന്നായതുകൊണ്ട്, അലോരസമില്ലാതെ ഡയറക്റ്റ് ചെയ്യപ്പെട്ടതുകൊണ്ട്, സംവിധാനം ചെയ്യപ്പെട്ടതുകൊണ്ട് നമുക്കതിനകത്ത് യാതൊരു തരത്തിലുള്ള കുറവുകളൊക്കെ ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ ഇവരെ കൊല്ലാനായിട്ട് മകനെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഇവരെ ഈ 3 പേരെ, തങ്കരാജിനെയും ആ 3 പേരെ, തങ്കരാജിനെയും ജെയ്സനെയും മുരളിയെയും വിദേശത്തേക്ക് അയക്കാനുള്ള പണവും ഒക്കെ സംവിധാനങ്ങളൊക്കെ തരാം എന്നൊക്കെ പറഞ്ഞ് അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. ഇയാൾ കൃഷ്ണൻകുട്ടി അവിടെ നിന്നിട്ടാണ് പോകുന്നത്. കൃഷ്ണൻകുട്ടിയുടെ ജീവൻ ഒരു പ്രശ്നമല്ല, 70 വയസ്സായ ആളാണ്. ഇനി മരിച്ചാലും കുഴപ്പമില്ല. അദ്ദേഹത്തിന് മറ്റ് ബന്ധങ്ങളൊന്നുമില്ല, മക്കളില്ല, ഭാര്യയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇനി മരിച്ചാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നത്. പക്ഷേ ഇവർ പോയി കഴിഞ്ഞപ്പോൾ, കുട്ടിയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ പോലീസുകാരും എല്ലാവരും ചേർന്ന് ഇയാളെ കൃഷ്ണൻകുട്ടിയെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെ, നല്ല തിരക്കഥയാണ്, നല്ല സംവിധാനമാണ്. നമുക്ക് ഈ എൻ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ഭാവിയുള്ള, മലയാള സിനിമയുടെ ഭാവി ഉള്ള ഒരു സംവിധായകനാണ് എൻ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഇയാൾ വ്യക്തി. മുരളിഗോപിയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. നമ്മൾ ആ തിരക്കഥ, ലൂസിഫറിൻ്റെ തിരക്കഥയൊക്കെ അടിപൊളിയായിട്ടുള്ള. എമ്പുരാൻ്റെ കാര്യത്തിൽ പല പ്രശ്നങ്ങളുമുണ്ട്. അതിനെക്കുറിച്ച് നമുക്കിപ്പോൾ സംസാരിക്കേണ്ട കാര്യമില്ല. ഇവിടെ പറയുന്നത് നല്ല തിരക്കഥയാണ്. ഈ സിനിമയ്ക്ക്, അനന്തൻ കാട് എന്ന ഈ സിനിമയ്ക്ക് നല്ല തിരക്കഥയാണ് മുരളി ഗോപി ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ മികച്ച സംവിധാനവും, ഫോട്ടോഗ്രാഫി അടിപൊളി എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. കാരണം ഇതിന് വേണ്ട ഫോട്ടോഗ്രാഫിയാണ് ഛായാഗ്രഹണം നടത്തിയിരിക്കുന്നത്. ഒന്ന് പാളിപ്പോയി,
ലൈറ്റിംഗ് ഒക്കെ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ എന്തിനാണ് ലൈറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞാൻ പലവട്ടം നമ്മൾ പറയുകയാണ്, ഈ സിനിമ പറ്റി പറയുന്ന സമയത്തൊക്കെ നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ലൈറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ആളെ കാണണം, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന സംഭവങ്ങളെ കാണണം. ഇപ്പോൾ ഇരുട്ടത്ത് നടക്കുന്ന ഒരു സംഭവം മൊത്തം ഇരുട്ടത്തിൽ കാണിച്ചാലോ? അതുകൊണ്ട് പ്രേക്ഷകർക്ക് ഒരു ഗുണവുമില്ല, പ്രേക്ഷകർക്കൊന്നും മനസ്സിലാവുകയില്ല. അപ്പോൾ ശകലം വെളിച്ചമൊക്കെ അവിടെ എത്തിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലൊക്കെ ആ രീതികളിലൊക്കെ ഇവിടെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അടിപൊളി സംവിധാനം. ആ സംവിധാനം എവിടെയാണ്? ഫൈറ്റിംഗ് രംഗത്തിലൊക്കെയാണ്. ഫൈറ്റിംഗ് രംഗവും മറ്റ് രംഗങ്ങളും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാത്ത രീതിയിലാണ്. ഇടയ്ക്കൊരു പാട്ട് വന്നു കഴിഞ്ഞപ്പോൾ അത് തിയേറ്ററിൽ ഈ പ്രിയംവദയുടെ ഒരു ചിത്രീകരണം കാണിക്കുന്ന ഒരു ഇതുണ്ട്. അതൊരു തമിഴ് സ്റ്റൈലിലോ അല്ലെങ്കിൽ തെലുങ്ക് സ്റ്റൈലിലോ ആയിപ്പോയി. അതുകൊണ്ട് കുഴപ്പമില്ല. അതാണ് സിനിമയിൽ, വേറൊരു സിനിമയിൽ കാണിക്കുന്ന കാര്യമാണല്ലോ കാണിച്ചത്. അതുകൊണ്ട് പ്രശ്നമുള്ള കാര്യമല്ല. അങ്ങനെ പോയി അവസാനം ഇയാൾ രാജസ്ഥാൻ മരുഭൂമിയിലൂടെ പോകുന്ന സമയത്ത് ഈ വെട്ടറി വന്ന് ഇവരെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. ബാക്കിയുള്ളത് പൊടിയാ നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ ആ ബോട്ടിൽ കയറി, ആ യാനത്തിൽ കയറി പോകുന്നത്. അങ്ങനെയാണ് ആദ്യം തുടക്കത്തിൽ നമ്മൾ കണ്ട ഇയാളുടെ കൈവെട്ടും അവസാനം ഇയാളെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. ആദ്യമധ്യാന്തം കണ്ടിരിക്കാവുന്ന ഒരു നല്ല സിനിമ തന്നെയാണ് ആനന്ദൻ കാട്.